പള്ളിത്തന്തന്മാരുടെ കുന്തളിപ്പിനുള്ള കാരണം ഇതാണ്. ക്രൈസ്തവ സഭകൾ രാജ്യത്ത് സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയാമോ? സഭ കോർപ്പറേറ്റുകളെ വെല്ലുന്ന രീതിയിൽ വർത്തിക്കുന്നതിന് കാരണം എന്തെന്നറിയാമോ? കന്യാസ്ത്രീയുടെ സ്വകാര്യ ഭാഗം ഏതാനും മിനിറ്റിലേക്ക് നൽകിയാൽ 20 ഏക്കർ സ്ഥലവും 1.5 കോടി രൂപയും വാഗ്ദാനം ചെയ്യുവാൻ ഫ്രാങ്കോളികളെ പ്രാപ്തരാക്കുന്ന പിൻബലം എന്താണെന്നറിയുമോ? അരമനക്കിണറുകളിൽ മടത്തൽമ്മമാരെ കൊന്നിടുന്ന കേസുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ 500 കോടി മുടക്കുവാൻ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ? ഉഴവൂർ കോളേജിലെ മുൻ അധ്യാപകനായിരുന്ന പ്രൊഫസർ മാത്യു പ്രാലിൻ്റെ വാക്കുകൾ കേൾക്കുക. മലയാള മനോരമ പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ ഒരു ചിന്താവിഷയമുണ്ട്. ആ വാചകം മുഹമ്മദ് നബിയുടേതാണ്. അത് ഇപ്രകാരമാണ്: കാലത്തിൻ്റെ മാറ്റങ്ങൾ അറിയാതിരിക്കുന്നവനാരോ അവൻ അജ്ഞനാണ്. ആർത്തിയുടെ കെണിയിൽപ്പെടുന്നവനാരോ അവൻ ദരിദ്രനാണ്. ഇതാണ് ആ ചിന്താവിഷയം. ഞാൻ ഒന്നുകൂടി പറയാം. കാലത്തിൻ്റെ മാറ്റങ്ങൾ അറിയാത്തവനാരോ അവൻ അജ്ഞനാണ്. ആർത്തിയുടെ കെണിയിൽപ്പെടുന്നവരാരോ അവൻ ദരിദ്രനാണ്. ഇന്നത്തെ വർത്തമാനകാല ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണത്. നമ്മളൊക്കെ അജ്ഞരാണ്. കാലത്തിൻ്റെ മാറ്റങ്ങൾ അറിയാൻ കഴിയാത്തവരാണ്. എന്താണ് കാലത്തിൻ്റെ മാറ്റം? അതറിയാൻ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണം. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഭാര്യയോടൊപ്പം ഇംഗ്ലണ്ടിൽ ഒരു മാസമായിരുന്നു. യാത്രക്കിടയിൽ ഒരാഴ്ച ലിവർപൂളിൽ താമസിച്ചു. എൻ്റെ താമസ സ്ഥലത്തിന് ചുറ്റും 3 പള്ളികൾ പൂട്ടിക്കിടക്കുന്നു ലിവർപൂളിൽ. ഞാൻ അവിടെ പോയി ഫോട്ടോ എടുത്തു. ഒരു പള്ളി ജീർണിച്ച് കിടക്കുന്നു, ആരും ഏറ്റെടുക്കാനില്ലാതെ. മറ്റൊരു പള്ളി ഒരു ഹോസ്റ്റലായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ലിവർപൂൾ നഗരത്തിൽ മദർ തെരേസയുടെ കോൺവെൻറ്റിന് നേരെ എതിർവശത്തുള്ള പഴയ പ്രശസ്തമായ ഒരു പള്ളി ഒരു ബാർ ഹോട്ടലാണ്. ഞാനവിടെ പോയി. പണ്ട് വൈദികർ ബലിയർപ്പിച്ച അൾത്താരയിൽ ഇരുന്നൊരു ബിയറടിക്കാൻ 1 പൗണ്ട് കൂടുതൽ കൊടുക്കണം. ഞാനത് കൊടുത്തു. കാലത്തിൻ്റെ മാറ്റമാണ്. യൂറോപ്പിലാകെ 400-ലധികം പള്ളികൾ പൂട്ടുന്നു. അത് വാങ്ങിക്കുവാൻ സീറോ മലബാർ സഭയുടെ അടിമകളായ നമ്മുടെ വൈദികർ അവിടെയുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അജ്ഞരായവർ, അല്പന്മാർ അതിന് കൂട്ടുനിൽക്കുന്നു. കാലത്തിൻ്റെ മാറ്റമാണ്. ഞാനപ്പോൾ ഓർത്തു, ലിവർപൂളിലെ ആ ബാറായി രൂപാന്തരപ്പെട്ട പള്ളിക്കുള്ളിൽ ഇരുന്ന് ഞാൻ ബിയറടിച്ചപ്പോൾ ഓർത്തു, യേശുവിൻ്റെ വാക്കുകളാണ് ഓർത്തത്. യേശുവും ശിഷ്യന്മാരും കൂടി ജെറുസലേം ദേവാലയം സന്ദർശിച്ചിട്ട് മടങ്ങി വരികയാണ്. അപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ ചോദിച്ചു, പ്രഭു, എത്ര മനോഹരമാണ് ഈ ദേവാലയം. സോളമൻ തൻ്റെ സകല പ്രതാപത്തിലും പണിയ ഈ ദേവാലയം, ജെറുസലേം ദേവാലയം എത്ര മനോഹരമാണ്. എത്ര വില കൂടിയ കല്ലുകൾ, രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. പ്രഭു, കാണൂ ഈ ദേവാലയം. അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്താണ്? 2000 വർഷങ്ങൾക്ക് പിന്നിൽ നിന്ന് ആ കാലത്തിൻ്റെ മാറ്റൊലികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ദേവാലയം കല്ലിന്മേൽ കല്ലു ശേഷിക്കാതെ തകർക്കപ്പെടും. ഈ കാലത്തെ ഉദ്ദേശിച്ചാണ് യേശു പറഞ്ഞത്. ഒരു ദേവാലയം തകർക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ദേവാലയം ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ദേവാലയം ഉപേക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ദേവാലയത്തെ നിരാകരിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസികൾ ദേവാലയത്തെ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞാൽ
മതം ഇല്ലാതാവുകയാണ്. യൂറോപ്പിൽ ക്രിസ്തീയ മതം ഇല്ലാതാവുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ഇരിക്കുന്ന ചില സുഹൃത്തുക്കളോടൊപ്പം പാറേട്ട ജോസ്, MC ചാക്കോ, മണ്ണർക്കാട്ടിലൊപ്പം ഞങ്ങൾ റഷ്യയിൽ പോയി. മോസ്കോയിലെ അതിമനോഹരങ്ങളായ, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ അതിപ്രൗഢങ്ങളായ ദേവാലയങ്ങൾ കണ്ടു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങൾ എല്ലാം പൂട്ടപ്പെട്ടു, എല്ലാം മ്യൂസിയങ്ങളായി തീർന്നു. കാലത്തിൻ്റെ മാറ്റം, അതിൻ്റെ അലയൊലികൾ ഇവിടെ നമ്മുടെ നാട്ടിലും വരുന്നു. അതിൻ്റെ സൂചനകളാണ് നാം ചുറ്റും കാണുന്നത്, കേൾക്കുന്നത്. നമ്മുടെ കൊച്ചുമക്കളുടെ കാലത്ത്, ഞാൻ പ്രവചിക്കുകയാണ്, എൻ്റെ കൊച്ചുമക്കളുടെ കാലത്ത് ഈ ദേവാലയങ്ങൾ നിരാകരിക്കപ്പെടും. കാരണം മറ്റൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല, പൗരോഹിത്യത്തിൻ്റെ ധാർഷ്ട്യവും അഹന്തയും അഹങ്കാരവും കൊണ്ടാണ്. അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ചുറ്റും നാം കാണുന്നു. 2 ദിവസം മുമ്പ് 8 വയസ്സുള്ള എൻ്റെ കൊച്ചുമകൻ, അവൻ ദുബായിലാണ്, മിനിയാന്നാണ് അവൻ പോയത്. പോകുന്നതിൻ്റെ തലേ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരുന്നു. എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, അവളാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോൾ 8 വയസ്സുകാരൻ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ചോദിച്ചു, എന്താ മോനെ? ഇറ്റ്സ് എ നോൺസെൻസ്. അവൻ്റെ അപ്പൻ വടിയെടുത്തു. നിർബന്ധിതനായപ്പോൾ അവൻ 1 മിനിറ്റ് 2 മിനിറ്റ് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഒറ്റയോട്ടം മുകൾ നിലയിലേക്ക്, അവൻ്റെ മുറിയിലേക്ക്. ഇത് മാറ്റത്തിൻ്റെ, കാലത്തിൻ്റെ അടയാളമാണ്. കഴിഞ്ഞ വർഷം ബ്രിസ്ബെയിനിൽ ഞാൻ പോയിരുന്നു, ഓസ്ട്രേലിയ. ഇവിടെ പല സുഹൃത്തുക്കളുമുണ്ട്. ഞാൻ താമസിച്ച എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 10 വയസ്സിൽ താഴെയുള്ള അവൻ്റെ 3 കുട്ടികൾ മുന്നോട്ട് വന്നു. അപ്പോൾ അവരെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല. പണ്ട് ഞങ്ങളുടെ കുട്ടികളോട് അവരെ കൊണ്ടുപോകാതിരിക്കാൻ പറഞ്ഞത്, മക്കളെ ഞങ്ങൾ ആശുപത്രിയിൽ പോവുക. ഉടനെ അവർ പറയും, ഞങ്ങൾ വരുന്നില്ല. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ കുട്ടികൾ പറയുന്നു, പുതുതലമുറയിലെ കുട്ടികൾ പറയുന്നു, ഞങ്ങൾ പള്ളിയിൽ വരുന്നില്ല. കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ അടയാളമാണിത്. അത് തിരിച്ചറിയാത്തവനാരോ അവൻ അജ്ഞനാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നവനാരോ അവൻ വിവേകിയാണ്. നിങ്ങൾ വിവേകമുള്ളവരാവുക. ഈ പള്ളിക്ക് അമിതമായ സമ്പത്ത് കൊടുക്കാതിരിക്കാൻ നിങ്ങൾ നോക്കുക. നബിയുടെ 2ാമത്തെ വാചകം, ആർത്തിയുടെ കെണിയിൽപ്പെടുന്നവനാരോ അവൻ ദരിദ്രനാണ്. നമ്മുടെ സഭ, നമ്മുടെ വൈദികർ ആർത്തിയുടെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. ഒറ്റ ഉദാഹരണം പറയാം, വേറെങ്ങും പോകേണ്ടതില്ല. കോട്ടയം രൂപതയുടെ കാര്യമെടുക്കുക. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ധാർഷ്ട്യം? ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര യജമാനത്വ ഭാവം? ഒന്ന്, നാം കൽപ്പിച്ചു കൊടുക്കാത്ത അധികാരം, അവർ യജമാനന്മാർ. 2, നാം മനസ്സറിഞ്ഞു കൊടുക്കുന്ന പണം, അതിൻ്റെ ഉടമസ്ഥർ, സമ്പത്തിൻ്റെ ഉടമസ്ഥർ. യജമാനത്വവും സമ്പത്തും എവിടെ കൂടിച്ചേരുന്നുവോ അവിടെ നാശമാവും. അതാണിപ്പോൾ. ആർത്തിയുടെ കെണിയിൽപ്പെട്ടിരിക്കുകയാണവർ. സമ്പന്നരാണവർ. ആ സമ്പത്ത് കൊണ്ട് നമ്മളെ ഭരിക്കുകയാണവർ. നമ്മുടെ മേൽ അധികാരം പ്രയോഗിക്കുകയാണവർ. ഞാൻ ചില ലിസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം, നിങ്ങൾ ചിന്തിക്കുക. 1, 18%
പള്ളിയുടെ 18% ഒരു വർഷത്തിൽ അരമനയിലേക്ക് കൊടുക്കണം. ഒരു കണക്ക് ഞാൻ പറയാം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അരമനയിലേക്ക് ഉഴവൂർപ്പള്ളി കൊടുത്തത് 26 ലക്ഷം രൂപയാണ്. പതാരം 18%. ഒരു വരുമാനവും ഇല്ലാത്ത ഏറ്റവും ദരിദ്രമായ SH മൗണ്ട് പള്ളി ഒരു വരുമാനവുമില്ല. ഇത് മാത്രമാണ്, സ്വോത്രക്കാഴ്ച മാത്രം. അത് 2.25 ലക്ഷം രൂപ. ആവറേജ് 5 ലക്ഷം നിങ്ങൾ കൂട്ടുക. ഒരു പള്ളി 141 പള്ളിയുണ്ട്. ആവറേജ് കൂട്ടുക 5 ലക്ഷം. 141 ഗുണം 5 ലക്ഷം. എത്ര കോടി രൂപയാണ് ഒരു വർഷം ഈ അരമനയിലേക്ക് വരിക? നമ്മുടെ പള്ളി, നമ്മുടെ വിയർപ്പ്. മറ്റൊന്ന്, വാടക ഇനത്തിൽ കിട്ടുന്ന വരുമാനം. നമ്മുടെ കാശ് കൊണ്ട് കണ്ണായ സ്ഥലങ്ങളിൽ പണിത കെട്ടിടങ്ങളിൽ നിന്ന് ഒരു വർഷം അരമനയിലേക്ക് വരുന്ന വരുമാനത്തിൻ്റെ കണക്ക് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമോ? എനിക്കറിയില്ല. ഏതെങ്കിലും പുരോഗതി അറിയാമോ? അറിയില്ല. എത്ര കോടി രൂപയാണ് ഒരു വർഷം വരുമാന ഇനത്തിൽ വരിക? തൊട്ടടുത്ത് ഈ സ്ഥാപനങ്ങളുണ്ട്. മറ്റൊന്ന്, സ്ഥാപനങ്ങളിലെ ലാഭങ്ങളിൽ നിന്നുള്ള വരവ്. അത് നിങ്ങൾ കണക്ക് കൂട്ടുക. മറ്റൊന്ന്, ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം, നമ്മുടെ രൂപതയിലെ ആരും പറയില്ല, 2000-ഓളം വരുന്ന അധ്യാപകരുടെ മുഴു ശമ്പളത്തിൻ്റെ 3% അരമനയിലേക്കാണ്. എത്ര കോടി രൂപയാണത് ഒരു വർഷം? ആർക്ക് അറിയാം? ഏതെങ്കിലും ഒരു അധ്യാപകൻ അതിനേരെ ശബ്ദിച്ചോ? തുടക്കത്തിൽ 3-4 പേര് ശബ്ദിച്ചു, അവരെ നിശബ്ദരാക്കി. എത്ര വർഷമായി? 50,000 രൂപയിൽ കുറഞ്ഞ് വരുമാനമുണ്ടോ ഇപ്പോൾ ഒരു അധ്യാപകന്? ആവറേജ് എടുത്തേ 3% ഒരു മാസം. 2000-ഓളം അധ്യാപകർ. എത്ര കോടി രൂപയാണ് ഇങ്ങോട്ട് വരവ്? ഞങ്ങൾ കോളേജിൽ നിന്ന് പോരുന്ന കാലം വരെ 10 പൈസ അഡ്മിഷനോ അപ്പോയിൻമെൻറ്റിനോ വാങ്ങിച്ചില്ല. മൂലക്കാട്ട് ബിഷപ്പ് അധികാരമേറ്റതിന് ശേഷം ഉഴവൂർ കോളേജിലും BCM കോളേജിലും മലമ്പം കോളേജിലും രാജപുരം കോളേജിലും അഡ്മിഷന് 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ചോദിച്ചു വാങ്ങിക്കുന്നു. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അഡ്മിഷന് വാങ്ങിക്കുന്നു. അതെത്ര ലക്ഷം രൂപയാണ്? അപ്പോയിൻമെൻറ്റിന്, അധ്യാപകരുടെ നിയമനത്തിന് ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്കറിയാമോ? ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 6 പേരെ അപ്പോയിൻ്റ് ചെയ്തു. ഒരു ഗുണം ചെയ്തു, 6 പേരും ഗ്രാനായക്കാരായിരുന്നു. അത് വലിയൊരു ഭാഗ്യം. ഈ അധ്യാപകരിൽ നിന്ന് ഒരാൾക്ക് 15 ലക്ഷം രൂപ വീതം വാങ്ങിച്ച് 90 ലക്ഷം രൂപ ഒക്ടോബർ മാസത്തിൽ അരമനയിൽ ചെന്നു. നിങ്ങൾക്കറിയുമോ ഇതൊക്കെ? എത്ര കോടികളുടെ സമ്പത്തിൻ്റെ പുറത്താണ് ഇവരിയ്ക്കുക? ഫ്രാങ്കോ ബിഷപ്പ് കേരളത്തിൽ വന്നപ്പോൾ ഇരുപത്തിയേഴ് ദിവസം പാലായിൽ കടന്നു ജയിലിൽ. ഒരു ബിഷപ്പ്, നാം ആരാധിച്ച, നമുക്ക് വേണ്ടി ദീപബലി അർപ്പിച്ച പുരോഹിതൻ, രാജാതിരാജൻ, ക്രൗൺ പ്ലാസ 7 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു നില മുഴുവൻ വാടകയ്ക്കെടുത്തു. എത്ര കോടി രൂപയാണ്? എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ഈ പണം? അധാർമികതയ്ക്ക് വേണ്ടിയുള്ള ഈ പണം അവർക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക. ജലന്ധറിൽ ഒരു വൈദികൻ കടത്തിക്കൊണ്ടുപോയ നോട്ടുകെട്ട് എത്ര കോടി രൂപയുടെയാണ്? 16 കോടി രൂപയുടെ ചാക്കുകെട്ടാണ്. ഇവിടുന്ന് ദരിദ്രർക്കുള്ള സുവിശേഷമാണ് സഭ. ദരിദ്രരുടേതാണ് ഈ സഭ. ദരിദ്രർക്ക് വേണ്ടിയുള്ളതാണ് ഈ സഭ. പക്ഷേ സഭ സമ്പന്നർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദരിദ്രർക്കുള്ള സുവിശേഷമല്ല സഭ. ഇനിയും നമ്മൾ പിന്നെയും ഇവരെ ധനവാന്മാരാക്കുന്നു. ഇവർ ശരിയാകണമെങ്കിൽ
യേശുവിൻ്റെ മനോഭാവം ഇവർക്കുണ്ടാക്കണമെങ്കിൽ ഇവരെ നാം സമ്പന്നരാക്കരുത്. ഇവർക്ക് നാം പണം വെറുതെ കൊടുക്കരുത്. നമ്മുടെ അല്പത്വവും നമ്മുടെ അജ്ഞതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ധാർഷ്ട്യവും നമ്മുടെ പൊങ്ങച്ചവും ഇവരെ വീണ്ടും വീണ്ടും നമ്മുടെ യജമാനന്മാരാക്കുന്നു. അതിന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. എൻ്റെ പണം ആവശ്യമായി ഇവരുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിൽ പ്രതിജ്ഞ എടുക്കുക. അപ്പോൾ ഇവർ ശരിയാവും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വിഷയം 10 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇത് ജീവിതമാണ്. നിങ്ങൾ അറിയുക. കാലത്തിൻ്റെ അടയാളങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. ആർത്തിയുടെ കെണിയിൽപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുക. ആർത്തിയുടെ കെണിയിൽ പെടാൻ ആഗ്രഹിച്ച് നടക്കുന്ന ചിലരുടെ വീണ്ടും ആർത്തിക്ക് നിങ്ങൾ പൂരകമാകരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നമ്മുടെ പ്രസ്ഥാനത്തിനു നേരുന്നു. നമ്മുടെ സഭ, നമ്മുടെ സമുദായം രക്ഷപ്പെടണം. അത് മെത്രാൻ്റെയോ വൈദികരുടെയോ ശക്തി കൊണ്ടല്ല. ഒരു സമുദായം രക്ഷപ്പെടുന്നത്, ആപത്തിൽപ്പെട്ട നമ്മുടെ സമുദായം രക്ഷപ്പെടേണ്ടത് നിങ്ങളുടെ ആത്മാഭിമാനം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ശക്തരാവുക സഹോദരങ്ങളെ. നിഷയുടെ ഒരു വാചകമുണ്ട്, വാട്ട് ഈസ് ഗുഡ്. നിഷ വലിയ ചിന്തകനാണ്. വാട്ട് ഈസ് ഗുഡ്? ടു ബി ബ്രേവ് ഈസ് ഗുഡ്. ടു ബി ബ്രേവ്. നിങ്ങൾ ധീരരാവുക. ഒന്നിനും നിങ്ങൾ അടിമകളാകാതിരിക്കുക. നിങ്ങൾ അടിമവിശ്വാസികളല്ലാതാവുക. നിങ്ങൾ യഥാർത്ഥ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക. ഇവർ കൊണ്ടുവരുന്ന പൊക്കിത്തരുന്ന ദൈവം അവരുടെ ദൈവമാണ്. അവരുടെ അഹങ്കാരത്തിൻ്റെ ആർത്തിയുടെ ദൈവമാണ്. ആ ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം കാലിത്തൊഴുത്തിൽ പിറക്കുകയും ആരാൻ്റെ ശവകുടീരത്തിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്ത പ്രചോദിതനായ, ദീർഘവീക്ഷണമുള്ള, ദീർഘദർശിയായ, വിപ്ലവ മനസ്സുള്ള, ദേവാലയത്തിൽ കയറി ചാട്ടവാർ കൊണ്ട് ആട്ടിയോടിച്ച അതിശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഇതുകൊണ്ടാണ് ചർച്ച അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.